ഹലോ ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മളിന്ന് വ്ളോഗിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വ്ളോഗിങ് എന്ന് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയാം. അപ്പോൾ നമ്മളൊരു കടയുടെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത്. നമ്മുടെ ഇടുക്കി അണക്കരയിലുള്ള അഭിലാഷ് എന്ന് പറയുന്ന ഒരു കടയാണ്. ഇതൊരു തുണിക്കടയാട്ടോ. അപ്പം നമുക്കിതിൻ്റെ അകത്തൊക്കെ കയറി ഒന്ന് നോക്കിയിട്ടൊക്കെ വരാം. അപ്പം നമ്മൾ അകത്ത് കയറുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ കുറച്ച് സാധനം ഇങ്ങനെ അടിക്കുന്ന കേട്ടോ. നമ്മുടെ കൂളിംഗ് ഗ്ലാസ്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഒരു തുണിക്കടയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബാക്കിൽ കാണുന്ന പോലെ ഇതൊരു തുണിക്കടയാണ്. അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഒരുപാട് നമ്മുടെ സൈഡിൽ ഒരുപാട് സ്കീൽ മോഡൽ കളക്ഷൻ നമ്മൾ കണ്ടു കേട്ടോ. നമ്മുടെ ലംബോർഗിനി, പിന്നെ ബൈക്ക് വേർഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാർസും ബൈക്കും കണ്ടു കേട്ടോ. ഇപ്പം നമ്മുടെ താറൊക്കെ കണ്ടു. നമ്മുടെ ബീറ്റിൽ ഉള്ള ഒരുപാട് അപ്പോൾ ഇത് മാത്രമല്ല, വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. അപ്പം ഞാനത് കാണിക്കാത്തതാണ്. അപ്പം നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് നോക്കാനൊന്നും പറ്റിയില്ല, കാരണം ഇറങ്ങേണ്ടി വന്നു. അപ്പം ഞാൻ ഈ ഓഡിയോ പിടിക്കുന്ന എന്നാന്ന് ചിലപ്പം സംശയം വന്നേക്കാം. അപ്പോൾ എൻ്റെ ശബ്ദം കറക്റ്റായിട്ട് ഈ വീഡിയോ കേൾക്കത്തില്ല. അത് മാത്രമല്ല, കുറേ പാട്ടുകളൊക്കെ ഇടയ്ക്ക് കയറി വരുമ്പോൾ കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ എൻ്റെ ഓഡിയോ പിടിക്കുന്നത്. അപ്പം ഞാനൊരു BMW കാറ് കണ്ടു, അതിനെ സൂം ചെയ്ത് കാണിക്കുന്ന കേട്ടോ. എൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇതേ സ്ഥലത്ത് തന്നെയുള്ള ഒരു വെറൈറ്റി എന്ന് പറയുന്ന ഒരു കടയിലോട്ടാണ് കയറുന്നത്. ഇത് തുണിക്കടയല്ല, അല്ലാതെ വേറൊരു സിറ്റിയിലുള്ള വേറൊരു കടയാട്ടോ. നമ്മൾ അകത്തോട്ട് കയറുമ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മുടെ പേന, പിന്നെ സൈഡിൽ കുറച്ച് സ്റ്റീൽ മോഡൽസൊക്കെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ കുറച്ച് ചവിട്ടി അങ്ങനെ പോലുള്ള സാധനങ്ങൾ. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റീൽ മോഡൽസ് ആട്ടോ. ഇടയ്ക്ക് കുറച്ച് ടോയ്സൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ടോയ്സ് ആട്ടോ. നമ്മുടെ സൈഡിലിരിക്കുന്ന ബ്ലൂ സാധനം. ബാക്കിയെല്ലാം ഏകദേശം സ്റ്റീൽ മോഡൽസ് ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ സൈഡിലൊക്കെ നോക്കുമ്പം കളർ പെൻസിൽ, കപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മുടെ വള, കമ്മൽ, നമ്മുടെ കൂളിംഗ് ഗ്ലാസ് മേടിക്കണമെന്നുണ്ട്. പക്ഷേ ഇതിന് നല്ല വില കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കേട്ടോ ഞാൻ നോക്കുന്നേ. അപ്പം നമ്മൾ പിന്നെ ഒരുപാട് വാച്ചിൻ്റെ കളക്ഷനൊക്കെ ഇപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. ഇതായിരിക്കുന്നു നമ്മുടെ വാച്ചിൻ്റെ കളക്ഷൻ. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വാച്ചുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ട് വീൽസൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിൽ കാണുന്ന ചില കാർസൊക്കെ ഇവിടെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. നമ്മുടെ ഫോർച്യൂണർ, അങ്ങനെയുള്ള കാർസൊക്കെ, ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റ, അങ്ങനെയുള്ള കാറിൻ്റെ സ്റ്റീൽ മോഡൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇത് മെറ്റലല്ല, പ്ലാസ്റ്റിക്കാണ്. കാണുമ്പം അറിയാം. ഇത് നമ്മുടെ ബ്രീസ, പിന്നെ നമ്മുടെ വാഗണർ. കേരളത്തിൽ കാണുന്ന ഒട്ടുമിക്ക കാറുകളും ഇവിടെ ഞാൻ കണ്ടു. വേറെ കുറച്ച് കാർസും കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ വള, പെൻസിൽ, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ കടയിൽ നിന്ന് ഇറങ്ങുമ്പം ഞാൻ പറഞ്ഞ പോലെ എന്താ വ്ളോഗിങ് എന്ന് വെച്ചാൽ, എൻ്റെ കസിൻ അനിയത്തിയുടെ ഹോളി കമ്മ്യൂണിക്കേഷൻ, അതായത് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഫംഗ്ഷനാട്ടോ നമ്മൾ പോകുന്നത്. അപ്പം മുമ്പ് നമ്മുടെ ആദ്യത്തെ വ്ളോഗായിട്ട് ഇതേ സ്ഥലത്തോട്ട് തന്നെ പോകുന്ന ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലെ തന്നെ ഫസ്റ്റ് വ്ളോഗിങ് ആട്ടോ ഇത്. അന്ന് ഞാൻ വേറൊരു കസിൻ്റെ നമ്മുടെ ഹൗസ് വാമിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ അമ്മ വീട് ഈ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ പോവാം. ഇപ്പോൾ ഏകദേശം സമയം 6:30 ആയിട്ടുണ്ടാവും. നമ്മൾ ചെല്ലുമ്പം ഏകദേശം ഒരു 8:30 ആകും. നമ്മൾ വീഡിയോയ്ക്കും നമ്മുടെ ക്യാമറയുടെ ലെൻസ് പ്രശ്നമായാലും വരും. അപ്പോൾ എല്ലാം നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഞാൻ വീഡിയോ പിടിക്കുന്നതിൻ്റെ പ്രശ്നം ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഫ്ലാഷ് അടിക്കുമ്പം ചെറുതായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ട്. നമ്മുടെ അനിയൻ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഷോർട്സിനകത്ത്
നമ്മളിവനെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു കളർ ഗെയിമൊക്കെ കളിക്കുന്നത്. പിന്നെ ആൾക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ഇച്ചിരി മടിയാണ്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ഗണപതിയുടെ ഒരു പ്രതിമയാട്ടോ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ആൾക്ക് ക്യാമറയുടെ മുന്നിൽ വരെ ശകലം പേടിയാണ്. എങ്കിലും കുഴപ്പമില്ലാതെ ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്യാമറയുടെ മുന്നിൽ തന്നെ ആയിരിക്കും. അപ്പം ഏകദേശം നമ്മുടെ സ്ഥലം എടുക്കാറായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു, ഞാൻ വെട്ടിക്കുറച്ചതാണ്. ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ 1 മണിക്കൂർ മുകളിൽ പോയി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്ന ഭാഗങ്ങളാട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള വിഷ്വൽസ് എല്ലാം പകർത്തിക്കൊണ്ടാട്ടോ പോകുന്നത്. ഇതെന്ന് നമ്മൾ സൈഡിൽ കണ്ടത് നമ്മുടെ ഏലത്തോട്ടങ്ങളാട്ടോ. ഇടുക്കി ജില്ലയിൽ കൂടുതലായി ഏലത്തോട്ടങ്ങളാണ്. റബ്ബർ തോട്ടങ്ങൾ ശകലമൊക്കെ കാണാറുള്ളൂ. നമ്മുടെ ആൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ശകലം പേടിയുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കുള്ള വീഡിയോസ് ശകലം ലെങ്തി ആയിരിക്കും. അപ്പം നമ്മുടെ ഫ്ലാഷിൻ്റെ ലൈറ്റിൻ്റെ പ്രശ്നം ഇരുട്ടും തോറും കൂടിക്കൂടി വരും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസ്സിലോട്ട് ഫ്ലാഷ് അടിക്കുമ്പം അതിൻ്റെ പ്രശ്നം കൂടിക്കൂടി വരും. പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പം ഇപ്പോൾ ഇരുട്ട് കൂടി വന്നേക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം 8 ആയി കാണും. നമ്മുടെ സ്ഥലം എടുക്കാറായി. അപ്പം നമ്മുടെ ക്യാമറ ചെറുതായിട്ട് കിടന്ന് കുലുങ്ങുന്നത് എന്നാന്ന് ചോദിച്ചാൽ, റോഡ് നല്ല കുണ്ടും കുഴിയാണ്. അതുകൊണ്ട് ക്യാമറ ചെറുതായിട്ട് കിടന്ന് കുലുങ്ങുന്നുണ്ട്. ഇത് ഉള്ളിലോട്ടുള്ള പ്രദേശം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വീടുകളൊക്കെ കാണത്തുള്ളൂ. വലിയ സിറ്റീസൊന്നും കാണത്തില്ല. നമ്മുടെ കട്ടപ്പനയൊക്കെ പോലെ വലിയ സിറ്റീസൊന്നും കാണത്തില്ല. ഇപ്പോൾ ഒരാളിപ്പം വണ്ടിയെ കിടന്ന് ഉറക്കം തുടങ്ങി കേട്ടോ. വണ്ടിയെ കയറിക്കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പം ആൾ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് കിടക്കും. ഇപ്പം സമയം ഇപ്പോൾ ഏകദേശം ഒരു 8:30 കാണും. നമ്മൾ ചെന്നപ്പം അതേ സമയം തന്നെയായി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് നമ്മൾ ഇതേ സ്ഥലത്തോട്ട് തന്നെ പോകുന്ന വീഡിയോ ചെയ്തപ്പം രാവിലെയായിരുന്നു. അപ്പം ശകലം കൂടെ എല്ലാം കണ്ടോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പം രാത്രി ആയതുകൊണ്ട് നമ്മുടെ ക്യാമറ കറക്റ്റായിട്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ വെട്ടമുള്ള സ്ഥലത്ത് മാത്രമേ കറക്റ്റായിട്ടൊക്കെ വിഷ്വൽസൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ ഇരുട്ടുള്ള ഫ്ലാഷ് അടിച്ചാലും ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ വരത്തില്ല. അപ്പം രാവിലെ അല്ലാത്തതുകൊണ്ട് ചിലപ്പം ചില വിഷ്വൽസൊക്കെ കാണാൻ പറ്റാതെ വരുമായിരിക്കും. അപ്പം അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നമ്മുടെ സ്ഥലം ഏകദേശം എടുക്കാറായിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയൊരു കയറ്റമൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഈട്ടിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടോ കേട്ടോ. നമ്മൾ കട്ടപ്പന കഴിഞ്ഞിട്ട് ഇരട്ടയാറ് വഴി പോകുന്ന വഴിക്ക് ഈട്ടിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മൾ മുകളിലോട്ട് വന്നേക്കുക. നമ്മുടെ അമ്മ വീട്ടിലോട്ടാട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നേക്കുന്നത്. താഴെയൊന്നും സ്ഥലമില്ല, കാരണം താഴെ ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടേക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫങ്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുകളിലാട്ടോ എൻ്റെ അമ്മ വീട്. അപ്പം അങ്ങോട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് താഴോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി പുൽക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പതുക്കെ വണ്ടി അകത്തോട്ട് കയറ്റുക. അപ്പം നമ്മളകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഇറങ്ങുക കേട്ടോ. നമ്മൾ പതുക്കെ ഇറങ്ങി. ഇപ്പം ഏകദേശം സമയം 8:30 കാണും ഞാൻ പറഞ്ഞ പോലെ. അപ്പം താഴെ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ താഴെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പുൽക്കൂട് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. ഇതാട്ടോ നമ്മുടെ പുൽക്കൂട്. നമ്മൾ മുമ്പേ കണ്ട ഫ്ലെക്സിൻ്റെ ഇതുണ്ട്. പുല്ലൊക്കെ ഒറിജിനൽ കിളിപ്പിച്ചെടുക്കുക. നെല്ലിട്ട് കിളിപ്പിച്ചെടുത്ത് അവിടെ നിന്നെടുത്ത് ഇത് ഹാൻഡാണ്. നമ്മുടെ ഓസും കൊണ്ടൊക്കെ ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിലൊരു ചെറിയൊരു സ്റ്റാറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുൽക്കൂട്ടിൽ ഉണ്ണീശയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ആട്ടുംകൂട്ടം ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഒറിജിനൽ ഇല്ല കേട്ടോ.
അപ്പം നമ്മൾ താഴോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ പതുക്കെ താഴോട്ട് പോകാൻ പോകും കേട്ടോ. ഇതാട്ടോ എൻ്റെ അമ്മ വീട്. രാത്രിയായതുകൊണ്ട് ശരിക്കും കാണത്തില്ലായിരിക്കും. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ബിഗ് വീഡിയോയിൽ നമ്മുടെ വ്ളോഗിൽ നോക്കി അറിയാൻ പറ്റും. നമ്മൾ ഈ വീട്ടിനെ രാവിലെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പതുക്കെ താഴോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം താഴേന്ന് നല്ല സൗണ്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫ്ലാഷ് അടിച്ചിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. എൻ്റെ മുഖം മാത്രമേ കാണാൻ പറ്റുന്നുള്ളായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും ഞാൻ ഓഡിയോ പിടിക്കുന്ന എൻ്റെ സൗണ്ട് കേൾക്കത്തില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ കയ്യിൽ മൈക്കില്ല. പിന്നെ താഴേന്ന് ഗാനമേളയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ചിലപ്പം ഇതിനോട് മിക്സ്ഡ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ പാട്ടൊക്കെ കേട്ട് ചിലപ്പോൾ കോപ്പിറൈറ്റൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായും എൻ്റെ ഓഡിയോ പിടിക്കുന്നത്. നമ്മുടെ താഴെയാട്ടോ നമ്മുടെ ഫങ്ഷൻ. അവിടെ നമ്മുടെ വണ്ടികളൊക്കെ അവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വണ്ടികളൊക്കെ കുറഞ്ഞ് കാണും. കാരണം നമ്മൾ 4 മണിക്കാണ് നമ്മുടെ ഫങ്ഷൻ തുടങ്ങിയത്. അപ്പം നമ്മൾ 8:30 നമ്മൾ അവിടെ ചെന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ വണ്ടികളൊക്കെ കുറഞ്ഞ് കാണും. അപ്പം നമ്മൾ താഴേന്ന് നല്ല ഒച്ചയിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ലായിരിക്കും. അപ്പോൾ ഇവിടെ നിറച്ച് വണ്ടികളാട്ടോ. അപ്പം നമ്മൾ അകത്തോട്ട് കയറും തോറും വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ ഭാഗത്തൊന്നും വലിയ വണ്ടികളില്ല. അകത്തോട്ട് കയറിയാൽ അറിയാം വണ്ടികളുണ്ടോ ഇല്ലയെന്ന്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇച്ചിരി കൂടെ അകത്തോട്ട് പോകണം. ഇപ്പം രാവിലെ വീഡിയോ പിടിച്ചാലേ ഇതൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ രാത്രി ആയതുകൊണ്ട് ചിലപ്പം ചില സാങ്കേതിക തകരാറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആ ചെറിയ വെളിച്ചം കാണുന്ന അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ക്രിസ്മസ് അലങ്കാരത്തിൻ്റെ വെളിച്ചങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. അപ്പം നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഒറിജിനൽ സൗണ്ടിൽ, അതായത് നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ള സൗണ്ടിലൊന്നും കേൾക്കത്തില്ലായിരിക്കും. ഞാൻ ഓഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് കേൾക്കുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് പോകാൻ പോവാം കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല അലങ്കാരമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ കയറി ഫൈറ്ററിനെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. ഞാൻ ഒരുപാട് കാലമായി ഒരു ഫൈറ്ററിനെ മേടിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ കയറി എൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ എടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ക്യാമറയുടെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആയാലും ലെൻസിൻ്റെ ആയാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മളിത് ഈ വീഡിയോ എന്ന് പറയുന്നത് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഫോണിൻ്റെ ക്യാമറയുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചുറ്റും നടന്ന് കാണിക്കുക കേട്ടോ. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ആസ്വദിച്ചിരിക്കുക കേട്ടോ. ഇതുപോലെ ഡാൻസൊക്കെ കളിച്ച് അപ്പം നല്ല രസമായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കത്തില്ലായിരിക്കും. കാരണം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതാട്ടോ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ പോസ്റ്റർ. അപ്പം ഞാൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പപ്പ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഏറ്റവും അവസാനം കേട്ടോ ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ മമ്മിയും അങ്കിളും ഒക്കെ ഫുഡ് കഴിച്ചോണ്ട് തോന്നുന്നു. അപ്പം എല്ലാവരും ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ഇരിക്കും കേട്ടോ.
ഇപ്പം നമ്മുടെ സ്പെഷ്യൽ പൊറോട്ട, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പൊറോട്ടയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കഴിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്നത്, കാരണം എനിക്ക് ഫുള്ള് വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പതുക്കെ കഴിക്കാൻ തുടങ്ങുക കേട്ടോ. അപ്പം എല്ലാവരും പതുക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരാളോട് ഇവിടെ പാട്ട് പാടാൻ പറഞ്ഞിട്ട് പാട്ട് പാടുന്നില്ല. അപ്പം ഞാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. ഞാൻ ബാക്കി വീഡിയോ പിടിച്ചില്ല, കാരണം എന്നാന്ന് ചോദിച്ചാൽ അന്നപ്പത്തേനും നമ്മുടെ ഫോണിൻ്റെ, അതായത് നമ്മുടെ ക്യാമറയുടെ ചാർജ് മൊത്തം തീർന്നു പോയി. പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റിയില്ല. നമ്മളിങ്ങോട്ട് പോകുന്നതായാലും ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ ആയപ്പോഴത്തേനും വീണ്ടും ക്യാമറ എടുത്ത് നമ്മൾ പിടിക്കുക കേട്ടോ. അപ്പം നമ്മൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക. 2-3 ആൾക്കാർ വന്ന് ക്യാമറയുടെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക. അപ്പം നമ്മൾ വണ്ടി തിരിക്കുക കേട്ടോ. പോകുന്ന വീഡിയോ ഇച്ചിരി കൂടെ ലെങ്തി ആയിരിക്കും. നമ്മൾ പതുക്കെ വണ്ടി തിരിച്ച് നമ്മൾ വണ്ടിക്കകത്ത് കയറി പതുക്കെ താഴോട്ടും കൂടെ ഇത് നമ്മൾ കിടന്നതെന്ന് പറയുന്നത് നമ്മുടെ അമ്മ വീട്ടിലാണ്. ഞാൻ രാവിലത്തെ ഒരു വിഷ്വൽസ്, അതായത് നമ്മുടെ പുൽക്കൂട്ടിൻ്റെ വിഷ്വൽസ് ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റാർ അടി പുൽക്കൂട്, ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒറിജിനൽ പുല്ല് ആണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്രിസ്മസ് ട്രീയാണ്. നമ്മൾ പതുക്കെ ഇറങ്ങാൻ പോവുക കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതൊന്നും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോവുക കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ആദ്യ കുർബാനയ്ക്ക് പോയ ആ വീട്ടിൽ തന്നെ ഒന്നും കൂടെ പോയിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവുക കേട്ടോ. നമ്മൾ തിരിച്ച് അപ്പം നമ്മൾ താഴോട്ട് നമ്മൾ പോവുക. നമ്മൾ വണ്ടി താഴോട്ട് തിരിച്ച്, ഇന്നത്തെ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി കൂടി ഇതിലേക്കൂടെ ആട്ടോ നടന്നത്. അപ്പം ഇന്നലെ രാത്രി ആയതുകൊണ്ട് പകുതി വിഷ്വൽസ് ഒന്നും കിട്ടി കാണത്തില്ല. അപ്പം നമ്മൾ വീടിൻ്റെ അകത്തോട്ട് പോയി. ഇപ്പം എല്ലാ സാധനങ്ങളും, അതായത് നമ്മുടെ ലൈറ്റ്സ് ആയാലും എല്ലാം എടുത്ത് വെക്കുന്നുണ്ടാവും. നമ്മുടെ കസേരയെല്ലാം അടുക്കി പെറുക്കി എല്ലാം വെക്കുമായിരിക്കും. അപ്പം നമ്മൾ വീടിൻ്റെ പുറത്തോട്ട്, കാറിൻ്റെ പുറത്തോട്ട് ഇറങ്ങുക കേട്ടോ. അപ്പം ഇന്നലത്തെ ഫംഗ്ഷൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാം അടുക്കി പെറുക്കി വെക്കുമായിരുന്നു. നമ്മുടെ പടുതയൊക്കെ അയച്ചു വെച്ചെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നമ്മുടെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ആദ്യ കുർബാന സ്വീകരിച്ച നമ്മുടെ കസിൻ. ആൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര പേടിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാളും കൂടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നേ. ഇന്നലെ ഇയാളുടെ അനക്കമൊന്നും കേൾക്കാനില്ലായിരുന്നു. ഫുൾ ഉച്ചയായതുകൊണ്ട് ഫുൾ അനങ്ങാതിരിക്കുമായിരിക്കും. ഇന്നലെ ഒരു കുര പോലും കേട്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് നമ്മൾ പോവുക കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്ന വീഡിയോ ശകലം ലെങ്തി ആയിരിക്കും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങി. രാവിലെ ആയതുകൊണ്ട് കുറച്ച് വിഷ്വൽസൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെ വന്ന ആ സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മളിത്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി കാണും. രാവിലെ 9 മണിയൊക്കെ ആയി കാണും. നമ്മൾ ഇതേ സ്ഥലത്തോടെ കേട്ടോ ഇന്നലെ രാത്രിയിലും വന്നത്. രാത്രിയായിട്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരിക്കുകയില്ലായിരിക്കും. നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് നമ്മൾ സുഖത്തിന് വീഡിയോ പിടിക്കുക കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റതിൻ്റെ ചെറിയൊരു ഉറക്കക്ഷീണമൊക്കെ കാണും.
ഇപ്പം നല്ലൊരു റോഡിൽ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വന്നത് ഒരു കുടിസ് റോഡിൽ കൂടിയായിരുന്നു, അതായത് കുണ്ടും കുഴിയൊക്കെയുള്ള റോഡിൽ കൂടിയായിരുന്നു. ഇത് നമ്മൾ വേറൊരു വഴി പിടിച്ച് നമ്മൾ വന്നാക്കും കേട്ടോ. അപ്പം നമ്മൾ കട്ടപ്പന ഇന്നലെ പോയ വഴി കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കട്ടപ്പന കഴിഞ്ഞുള്ള റോഡ് ശകലം മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. കട്ടപ്പന കൂടെ ആണ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ശകലം ലെങ്തി ആയിരിക്കും. നമ്മുടെ കട്ടപ്പന അല്ല, നമ്മുടെ പുളിയമല നമ്മൾ കട്ടപ്പനയിലേക്ക് അടുക്കാൻ പോവുക കേട്ടോ. കട്ടപ്പന കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മുടെ കട്ടപ്പന എത്താറാകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കട്ടപ്പനയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇതേ സ്ഥലത്തോടെ കേട്ടോ നമ്മൾ പോയത്. അപ്പം നമ്മൾ പതുക്കെ വരുക കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് ഇനി എല്ലാവരെയും വീട്ടിലോട്ട് ഇറക്കി വിടണം. പിന്നെ നമ്മൾ കട്ടപ്പനയിൽ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല, അല്ലേ നല്ല തിരക്ക് കാണേണ്ടതാണ്. നമ്മൾ രാവിലെ ഒരു 8:30 ആയി കാണും. വലിയ തിരക്കില്ല, അല്ല നല്ല തിരക്ക് കാണേണ്ടതാണ്. ഇതിനെക്കാട്ടും അത്യാവശ്യം വണ്ടികളൊക്കെ കാണേണ്ടതാണ്. അപ്പം നമ്മൾ വേറൊരു വഴിയെ കയറി പോവാം കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒതുക്കും. അപ്പം ഈ റോഡ് ശകലം കുടുസാണ്. അപ്പം നമ്മൾ നമ്മുടെ 8-ാം മൈൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സിറ്റി എത്തിയിട്ടുണ്ട്. അപ്പം പുറകിലിരിക്കുന്ന ആൾ വീണ്ടും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടെത്തിയോ ഒക്കെ ഓർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ വ്ളോഗിൽ പോയ സ്ഥലത്തോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോയപ്പം നമ്മൾ ഈ സ്ഥലത്ത് വെച്ചൊക്കെയാണ് നമ്മളൊരു 2 കടയിൽ കയറിയത്. അപ്പം നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു വ്ളോഗ്, അതായത് നമ്മൾ വീട് കാണിച്ചു തരുന്നതായിട്ട് ഒരു വ്ളോഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതെന്നാന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ വീടിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാട്ടോ എൻ്റെ സൈക്കിള്. ബ്രേക്കില്ലെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലെയും ബാക്കിലെയും ബ്രേക്കില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വീട് തുറന്നു കൊടുത്തിട്ട് നമ്മൾ കടയിലോട്ട് തന്നെ പോവുക കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ വീട്. അപ്പം നമ്മുടെ വീടിൻ്റെ തന്നെ ഡീറ്റെയിലിംഗ് ആയൊരു വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വൈപ്പറിൻ്റെ ആ സാധനത്തിൻ്റെ അങ്ങോട്ട് ശകലം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പം എന്ന് പറയുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ എൻജിൻ ചൂടായതിൻ്റെ ആയിരിക്കും. അപ്പം നമ്മൾ വണ്ടിയിൽ ശകലം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ വീണ്ടും കടയിലോട്ട് തന്നെ പോവാം കേട്ടോ. അപ്പം നമ്മൾ കടയിലോട്ട് പതുക്കെ പോകാൻ പോവാം കേട്ടോ. നമ്മൾ വണ്ടിക്കകത്ത് ശകലം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ബാറ്ററിയൊക്കെ പുതിയതാണ്. നമ്മുടെ പഴയ ബാറ്ററിയുടെ ചാർജൊക്കെ ഇറങ്ങിപ്പോയതാണ്. അപ്പം നമ്മൾ പതുക്കെ നമ്മുടെ കടയിലോട്ട് പോകാം കേട്ടോ. ഇത് ഞാൻ വളർത്തുന്ന ചെടിയെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓവറായിട്ട് ശകലം വെള്ളം ഒഴിച്ചു, പിന്നെ മണ്ണെല്ലാം കട്ട പിടിച്ച് നമ്മുടെ ചെടി കരിഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മളൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളിനി ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ പതുക്കെ ഇനി നമ്മുടെ കടയിലോട്ട് പോവാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ പ്ലാന്റ്. ഇവിടെ ഞാൻ നമ്മുടെ പയർ കൃഷിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അത് 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം കരിഞ്ഞു പോയിട്ട് ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം നമ്മളിനി വീണ്ടും റീസ്റ്റോർ ചെയ്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആകും കേട്ടോ.
അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് നമ്മളിനി പുറകെ ഇടുന്നതാണ്. നമ്മൾ 2 മാസത്തെ അവധിക്കൊക്കെ ഇവിടെ മൊത്തം ക്ലീനാക്കി നമ്മൾ ഇവിടെ മൊത്തം എന്തെങ്കിലുമൊക്കെ പയറോ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കും കേട്ടോ. നമ്മുടെ സൈഡിലൊക്കെ നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ തൈ കയറ്റി വിട്ടിട്ടുണ്ട്. അത് ഈ മരത്തേലോട്ടാണ് കയറ്റി വിടുന്നത്. അപ്പം എന്താവും എന്നറിയില്ല. അപ്പം നമ്മുടെ സൈഡിലൊരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ മൊത്തമായിട്ടുള്ള ഡീറ്റെയിലിംഗ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഒരു പാവലിൻ്റെ ചെടിയൊക്കെ നമ്മൾ ഈ മരത്തിലോട്ട് കയറ്റി വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉഗ്രം പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചേമ്പൊക്കെ നമ്മൾ പറിച്ചു. ഇനി നമ്മൾ ഇവിടെ മൊത്തം ഇനി ക്ലീൻ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും 2 മാസത്തെ അവധിക്ക് ക്ലീൻ ചെയ്യും. നമ്മുടെ നാരകം കേട്ടോ. ഇത് കൊണ്ടുവച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായി കാണും. എന്നിട്ടും കൊണ്ടുവച്ചപ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ എൻ്റെ കൈ കാണിച്ചപ്പം അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇത്രയായി. ഇത് പെട്ടെന്ന് വളർന്ന സാധനമാണ്. പക്ഷേ ഇത് ഇപ്പോൾ കൊണ്ടുവച്ചിട്ട് 2 വർഷമായി. അപ്പം ഇത്രേ ആയിട്ടുള്ളൂ. അപ്പം നമ്മളിനി ഇവിടെ വേറെ ഏതെങ്കിലും മരങ്ങൾ നമ്മളിതിൻ്റെ അടുത്ത് തന്നെയൊക്കെ നടും കേട്ടോ. അപ്പം വേറെ ഏതോ ലോറി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിലെ കൂടെ ലോറി പോയിട്ട് ടോസ് പോയിട്ട് നമ്മുടെ കേബിൾ പൊട്ടിച്ച് കളഞ്ഞതാണ്. അപ്പം താഴോട്ടും കണ്ട് ഒരു വീട് പടിയും കണ്ട് നടക്കുന്നുണ്ട്. അങ്ങോട്ടും കണ്ട് ലോഡ് കൊണ്ടുപോകുന്ന കേട്ടോ. നമ്മുടെ കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. ആ വയർ പൊട്ടിച്ച് കളഞ്ഞത്. ഇപ്പോൾ പുതിയത് മേടിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അപ്പം ഈ ലോറി പൊട്ടിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. ഇതാട്ടോ. താഴോട്ട് ലോഡ് കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു. ഇതുപോലത്തെ അല്ല പൊട്ടിച്ചത്, വേറൊരു ടോർസ്. നമ്മുടെ വേറെ ഏതോ ഒരു ടോർസായിരുന്നു പൊട്ടിച്ചത്. അപ്പം ഇതിന് വലിയ പൊക്കം ഇല്ലാത്തതുകൊണ്ട് പൊട്ടിക്കാതെ പോയിട്ടുണ്ട്. ഇപ്പം ചാണകം എന്തോ കൊണ്ടുപോകുന്ന കേട്ടോ. അപ്പം നമ്മൾ കടയിലോട്ട് പതുക്കെ പോകാൻ പോവാം. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും അൺബോക്സിങ് വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഈ വീടിൻ്റെ ഒരു റിവ്യൂവിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അതായത് ഒരു ഫുൾ വീഡിയോ നമ്മൾ എന്തെങ്കിലും ഒരിക്കലും എടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തൊക്കെയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ചിലപ്പോൾ കേൾക്കാൻ പറ്റുമായിരിക്കും. എങ്കിലും ഞാൻ ഫുള്ളി ഓഡിയോയിലാണ് എൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത്. അപ്പം നമ്മളിനി പതുക്കെ കടയിലോട്ട് പോകാം. ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തുന്നത് ഏകദേശം ഒരു 5:30, 6:30. നമ്മൾ 5:30ക്ക് അവിടുന്ന് ബസ് കയറിയിട്ട് 6 മണിയാകുമ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തും കേട്ടോ. അപ്പം നമ്മളിനി പതുക്കെ കടയിലോട്ട് പോകാം കേട്ടോ. നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോയുടെ എൻഡിങ് ഇവിടെയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ തന്നെ ഒരു റിവീൽ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോസ് ഇടാനുണ്ടെങ്കിൽ പറയുക. അപ്പം ഇതിലും നല്ല വീഡിയോസുമായി നമ്മൾ വരും. ഇനി വേറെ എന്തെങ്കിലും വീഡിയോസ് ഇടാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.